ഖുറൈശികൾ വേദനിപ്പിച്ചു. വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. നബിയേ, ഖുറൈശികൾ ഇങ്ങനെ പറയുന്നു, മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ വിട്ടു, ഇപ്പൊ വഹയൊന്നും വരുന്നില്ല, ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. ഭയങ്കര സങ്കടമായി റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വന്ന ആയത്താണ്, എന്തിനാ നബിയെ സങ്കടപ്പെടുന്നത്? ഈ മുശ്രിക്കുകൾ വല്ലതും പറയുന്നത് കേട്ട് നിങ്ങൾ സങ്കടപ്പെടണോ? മാ വദ്ദഅക റബ്ബുക വമാ ഖല. നിങ്ങളെ വിട്ടിട്ടുമില്ല, നിങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ചെറിയ പ്രായത്തിൽ നിങ്ങൾ യതീമായപ്പോ നിങ്ങളെ ഞാൻ നല്ല കൈമേലേൽപ്പിച്ചു. ഇനിയിപ്പോ റസൂലാക്കിയതിനു ശേഷം ഞാൻ നിങ്ങൾ വിടുക നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ ആശ്വസിപ്പിക്കാനായി മാത്രം വന്ന സൂറത്താണ് സൂറത്തുൽ ദുഹ. അത്ര ഇഷ്ടമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. നമ്മൾ മദീനത്ത് പോയാല് മസ്ജിദുൽ ഖിബ്ലത്തൈൻ കാണാൻ പോകും. രണ്ട് ഖിബ്ലയുള്ള പള്ളി അറിയാലോ. ആദ്യം അങ്ങോട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നമ്മുടെ ഖിബ്ല, പിന്നെ കഅബയിലേക്ക് മാറി. അത് മാറുന്നതിന്റെ പിറകിൽ അല്ലാഹുവിൻ റസൂലുള്ളാഹി തങ്ങളോടുള്ള മുഹബ്ബത്തിന്റെ ഒരു കാരണമുണ്ട്. ഈ മക്കത്ത് നിന്ന് റസൂലുള്ളാഹി തങ്ങൾ പോയി ഇവിടുന്ന് മദീനത്തെത്തിയതിനു ശേഷവും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കും ആകാശത്തേക്ക്. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നേരെ ഇങ്ങോട്ട് കഅബന്റെ നേരെ നോക്കും, മക്കന്റെ ഭാഗത്തേക്കും നോക്കും, ഇടയ്ക്ക് പിന്നെ ആകാശത്തേക്ക് നോക്കും. ഒരു ദിവസം ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയെ, ഇടക്കിടക്ക് നിങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് മുഖത്തിരിക്കുന്നത് നാം കാണുന്നുണ്ട്. നിങ്ങളുടെ ആശ നിങ്ങൾക്ക് ഈ കഅബ ഖിബ്ലയായിട്ടൊന്ന് കിട്ടണം എന്നല്ലേ? അതെനിക്ക് മനസ്സിലായി, അതെനിക്കറിയാം. റസൂലുള്ളാഹി പറയുന്നില്ല, കാരണം കഅബയിലേക്ക് ഖിബ്ല മാറിയാൽ ജൂതന്മാർ ഇപ്പം ഭയങ്കര പ്രശ്നമാക്കും, ഖുറൈശികൾ അത് വലിയ കാരണമാക്കും. അതുകൊണ്ട് പറഞ്ഞില്ല, മനസ്സിന് കൊതിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നോക്കും. അല്ലാഹു പറഞ്ഞു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇനി നിങ്ങൾക്കുള്ള ഖിബ്ല കഅബയായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നു. അതിന്റെ ആയത്തിന്റെ അവതരണത്തിൽ അല്ലാഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ, ആർക്കറിയും? തർദാഹ. മാഷാ അല്ലാഹ്, തർദാഹ എന്താണെന്നറിയോ? നബിയെ, നിങ്ങൾക്ക് തൃപ്തികരമായ ഖിബ്ലയിലേക്ക് ഞാൻ നിങ്ങളെ തിരിക്കാൻ പോവാണ്. നിങ്ങളുടെ തൃപ്തി അള്ളാഹു പരിഗണിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മളെങ്ങനെയാ പരിഗണിക്കാണ്ടിരിക്കുക? നമ്മളെങ്ങനെയാ സ്നേഹിക്കാണ്ടിരിക്കുക? നമ്മൾ ഈ സലഫികൾ എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തൗഹീദും സുന്നത്തും പറയുന്ന ആൾക്കാർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൂല, പരിഗണിക്കൂല, അവഗണിക്കും, സ്വലാത്ത് ചെല്ലൂല, ഇഷ്ടപ്പെടൂല എന്നെ പറയുന്ന ശുദ്ധ കള്ളത്തരമല്ലേ? അല്ല, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ മൗലമാര് പറഞ്ഞുണ്ടാക്കുന്ന ശുദ്ധ കളവല്ലേ? അള്ളാഹു ഖുർആനിൽ പരിഗണിച്ചു എന്ന് നമ്മളെ കേൾപ്പിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ എങ്ങനെയാ പരിഗണിക്കാണ്ടിരിക്കുക? എങ്ങനെയാ സ്നേഹിക്കാണ്ടിരിക്കുക? ആ റസൂൽ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആഖിറത്ത് പോയി. തൗഹീദ് ഉണ്ടെന്ന് വെച്ചോ, പക്ക മുവഹിദ, ജീവിതത്തിന് ഭയങ്കര തഖ്വയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് ഇല്ലെങ്കിൽ അതെല്ലാം പോയി. ഇത് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം. പിന്നെ എങ്ങനെ നമ്മൾ സ്നേഹിക്കാണ്ടിരിക്കുക? കളവ് പറയുന്നയാൾ. പക്ഷെ